നമസ്കാരം. ഇറാനെതിരായ ഇസ്രായേൽ യുദ്ധത്തിൽ നാറ്റോ സഖ്യകക്ഷികൾ പിന്തുണ നൽകുന്നില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂക്ഷമായി വിമർശിച്ചു. ദീർഘകാലമായിട്ടുള്ള സഖ്യകക്ഷികളെ ഭീരുക്കൾ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിൽ അമേരിക്കയില്ലെങ്കിൽ നാറ്റോ വെറും ഒരു കടലാസ് പുലിയാണെന്ന് ട്രംപ് പരിഹസിച്ചു. ഇറാനെ തടയാനുള്ള പോരാട്ടത്തിൽ ചേരാൻ അംഗരാജ്യങ്ങൾ വിസമ്മതിക്കുന്നുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ പോരാട്ടം ഇപ്പോൾ സൈനികമായി വിജയിച്ചുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഹോർമസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പ്രധാന സഖ്യകക്ഷികളുടെ സഹായം ട്രംപ് അഭ്യർത്ഥിച്ചു. ഫെബ്രുവരി 28 ആരംഭിച്ച ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ലക്ഷക്കണക്കിന് ആളുകൾ കുടിയൊഴിപ്പിക്കപ്പെടുകയും ആഗോള വിപണി പ്രതിസന്ധിയിലാവുകയും ചെയ്തിട്ടുണ്ട്. ഇറാനെതിരായ പോരാട്ടത്തിൽ ചേരാൻ നാറ്റോ രാജ്യങ്ങൾ തയ്യാറാകുന്നില്ലെന്നും എന്നാൽ ഉയർന്ന എണ്ണവിലയെക്കുറിച്ച് അവർ പരാതി പറയുകയാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. ഹോർമുസ് കടലിടുക്കിലെ സൈനിക നീക്കം വളരെ ലളിതമാണെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം എണ്ണവില വർധനവിന്റെ ഏക കാരണം ഈ പാതയിലെ തടസ്സമാണെന്നും ചൂണ്ടിക്കാട്ടി. വളരെ കുറഞ്ഞ അപകട സാധ്യത മാത്രമുള്ള കാര്യമായിട്ടും സഖ്യകക്ഷികൾ സഹായിക്കാൻ തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ കുറഞ്ഞ അപകട സാധ്യതയിൽ സൈനികമായി ഇപ്പോൾ ഈ പോരാട്ടം ജയിച്ചിരിക്കുകയാണ്. എന്നിട്ടും അവർക്ക് നൽകേണ്ടി വരുന്ന ഉയർന്ന എണ്ണവിലയെക്കുറിച്ച് അവർ പരാതിപ്പെടുന്നു. എന്നാൽ ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ അവർ സഹായിക്കുന്നില്ല. എണ്ണവില കൂടാനുള്ള ഏക കാരണം ഇതാണ്. ഇത് വളരെ ലളിതമായ ഒരു സൈനിക നീക്കം മാത്രമാണ്. അവർക്ക് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ റിസ്കിൽ ചെയ്യാവുന്ന കാര്യമാണ് എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാൻ ഉചിതമായ ശ്രമങ്ങളിൽ പങ്കുചേരുമെന്ന് ജർമ്മനി, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, നെതർലാൻഡ്സ്, ജപ്പാൻ, കാനഡ എന്നീ രാജ്യങ്ങൾ വ്യാഴാഴ്ച സംയുക്ത പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു. എന്നാൽ ഇത്തരം നീക്കങ്ങൾ സജീവമായി യുദ്ധം അവസാനിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്ന് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് സൂചിപ്പിച്ചിരുന്നു. ബ്രസൽസിൽ നടന്ന യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിക്ക് ശേഷം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: അന്താരാഷ്ട്ര നിയമങ്ങൾ സംരക്ഷിക്കുന്നതിനും സംഘർഷം ലഘൂകരിക്കുന്നതിനും മുൻഗണന നൽകുക എന്നതാണ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം. ഞങ്ങൾ ഈ സംഘർഷത്തിൽ ഒരു കക്ഷിയല്ല. അതിനാൽ നിലവിലെ സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്ക് തുറക്കാനോ മോചിപ്പിക്കാനോ ഉള്ള സൈനിക നീക്കങ്ങളിൽ ഫ്രാൻസ് ഒരിക്കലും പങ്കുചേരില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. അതേസമയം തുർക്കിയിലും ഒമാനിലും അടുത്തിടെ നടന്ന ആക്രമണങ്ങളിൽ ഇറാനോ സഖ്യകക്ഷികൾക്കോ യാതൊരു പങ്കുമില്ലെന്ന് ഇറാൻ നേതാവ് മുജ്തബ ഖമീനി വ്യക്തമാക്കി. ഇസ്ലാമിക റിപ്പബ്ലിക്കും അയൽ രാജ്യങ്ങളും തമ്മിൽ ഭിന്നതയുണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷനാണ് ഇതെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. വരാനിരിക്കുന്ന ഇറാനിയൻ വർഷമായ 1405 പുറപ്പെടുവിച്ച വിശദമായ പ്രസ്താവനയിൽ മേഖലയിലെ ബന്ധങ്ങളെ തകർക്കാൻ സയനിസ്റ്റ് ശത്രുക്കൾ നടത്തുന്ന വിപുലമായ തന്ത്രത്തിന്റെ ഭാഗമാണ് ഇത്തരം നടപടികളെന്ന് ഖമീനി പറഞ്ഞു. സമാനമായ ശ്രമങ്ങൾ മറ്റ് രാജ്യങ്ങളിലും ഉണ്ടായേക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് ഈദ് ഉൽ ഫിത്ർ ആശംസകൾ നേർന്ന ഖമീനി മൂന്നാം അടിച്ചേൽപ്പിക്കപ്പെട്ട യുദ്ധം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച പോരാട്ടത്തിൽ ഇറാന്റെ സായുധ സേന നേടിയ ഉജ്ജ്വല വിജയങ്ങളെ പ്രശംസിച്ചു. ഇറാനികൾക്കിടയിൽ ഭീതിയും നിരാശയും പടർത്താനാണ് ശത്രുക്കൾ ശ്രമിച്ചതെന്നും എന്നാൽ ദേശീയ ഐക്യത്തിനും പ്രതിരോധത്തിനും മുന്നിൽ അവർ പരാജയപ്പെട്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. കഴിഞ്ഞ ഒരു വർഷത്തെ സംഭവങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഇറാൻ 3 പ്രധാന സൈനിക സുരക്ഷാ വെല്ലുവിളികൾ നേരിട്ടതായി ഖമീനി പറഞ്ഞു. അമേരിക്കയുടെ പിന്തുണയോടെ ജൂണിൽ ഇസ്രായേലുമായി നടന്ന സംഘർഷം, ജനുവരിയിലെ അട്ടിമറി ശ്രമം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം എന്നിവയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ജനവികാരം മനസ്സിലാക്കുന്നതിൽ ശത്രുക്കൾക്ക് തെറ്റുപറ്റിയെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇറാനിൽ അശാന്തി പടർത്തുന്നതിന് പകരം ഈ സംഭവങ്ങൾ രാജ്യത്തിന്റെ ഐക്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇറാൻ പൗരന്മാർ 3 വലിയ പോരാട്ടങ്ങളെയാണ് അതിജീവിച്ചതെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. ജനകീയ പ്രതിഷേധങ്ങളും ദേശീയ പരിപാടികളും വഴി ജനങ്ങൾ നൽകിയ പിന്തുണയാണ് ബാഹ്യശക്തികളുടെ സമ്മർദ്ദത്തെ ചെറുക്കാൻ സഹായിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയവും സാംസ്കാരികവും മതപരവുമായ വ്യത്യാസങ്ങൾ മറന്ന് ജനങ്ങൾ ഒന്നിച്ചു നിന്നത് ശത്രുക്കൾക്ക് നൽകിയ ശക്തമായ തിരിച്ചടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മേഖലാ തലത്തിലുള്ള ബന്ധങ്ങളുടെ പ്രാധാന്യവും ഖമീനി എടുത്തു പറഞ്ഞു. പ്രത്യേകിച്ച് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം. മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ ശക്തമായ ബന്ധവും സഹകരണവും വേണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. പൊതുവായ മതപരവും സാംസ്കാരികവും തന്ത്രപരവുമായ താൽപ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഇടപെടലുകളിൽ ഇറാന്റെ പ്രതിജ്ഞാബദ്ധതയും അദ്ദേഹം ആവർത്തിച്ചു.